എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി അല്ലെങ്കിൽ ബേസിക് സയൻസിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കെമിസ്ട്രി ഭാഗത്തിലാണ് ഇത് പെടുക കേട്ടോ. അപ്പോൾ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മാറ്റർ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ നമുക്ക് ഇന്ന് അത് ഡിസ്കസ് ചെയ്യാം. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, എന്താണ് എലമെന്റ്സ്, എന്താണ് കോമ്പൗണ്ട്സ് എന്ന് നോക്കാം. Elements are the pure substance which cannot be further decomposed through chemical process. കെമിക്കൽ പ്രോസസ്സിലൂടെ വീണ്ടും അതിനെ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് എലമെന്റ് എന്ന് പറഞ്ഞാൽ അതിനെ കെമിക്കൽ പ്രോസസ്സിലൂടെ വീണ്ടും ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്തതിനെ പറയുന്ന പേരാണ് പ്യുവർ സബ്സ്റ്റൻസ്. അതായത് അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഹൈഡ്രജൻ, നൈട്രജൻ, ക്ലോറിൻ, അതൊക്കെയാണ് എലമെന്റ്സ്. ഓക്കെ, അടുത്തത് കോമ്പൗണ്ട്സ് എന്താണെന്ന് നോക്കാം. കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ്. കോമ്പൗണ്ട്സും പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണ്. പക്ഷെ എന്താണ് അവിടെ വ്യത്യാസം? ഫോം ഫ്രം 2 or more elements. 2 or 3 എലമെന്റ്സ് കൂടി ചേർന്നുണ്ടാവുന്നതാണ്. കെമിക്കൽ കോമ്പിനേഷനിലൂടെ കൂടി ചേർന്നുണ്ടാവുന്നതാണ് കോമ്പൗണ്ട്സ്. ഓക്കെ, കോമ്പൗണ്ട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ത്രൂ സ്യൂട്ടബിൾ കെമിക്കൽ പ്രോസസ്. അതായത് കോമ്പൗണ്ട്സിനെ അതിന്റെ എലമെന്റ്സ് ആയിട്ട് മാറ്റാൻ പറ്റും കെമിക്കൽ പ്രോസസ്സിലൂടെ. ഇപ്പോൾ വാട്ടർ, ഷുഗർ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, H2SO4, അതിന്റെ ഒരു കെമിക്കൽ കോമ്പിനേഷൻ ആയിട്ട് അതിന്റെ എലമെന്റ്സിലേക്ക് അത് മാറ്റാൻ പറ്റും. ഓക്കെ, കെമിക്കൽ പ്രോസസ്സിലൂടെ. അപ്പൊ നമുക്ക് നോക്കാം. Elements are pure substance which cannot be split into simpler components through chemical process. Compounds are substances formed by combination of 2 or more elements through chemical reactions. Okay. ഇനി നമുക്ക് ഒറിജിൻ ഓഫ് നെയിം ഓഫ് എലമെന്റ്സ്. എലമെന്റ്സിന് എങ്ങനെയാണ് പേരിട്ടിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് പേരിട്ടിട്ടുള്ളത് എന്ന്? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ്. സ്ഥലങ്ങളുടെ, രാജ്യങ്ങൾ, കൺട്രീസ്, കോണ്ടിനെന്റ്സ്, ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്, സയന്റിസ്റ്റ്, പ്ലാനറ്റ്, സാറ്റലൈറ്റ്, ഇതിന്റെ ബേസിലൊക്കെ നമുക്ക് ഈ ഒരു എലമെന്റ്സിന് പേര് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന്. പൊളോണിയം, പോളണ്ട്, കൺട്രിയുടെ ബേസിലാണ് നെയിം ചെയ്തിട്ടുള്ളത്. ക്യൂറിയം, മേരി ക്യൂറി, സയന്റിസ്റ്റ്. ക്രോമിയം, ക്രോം, കളർ. ഇൻഡിയം, ഇൻഡിഗോ, കളർ. ക്ലോറിൻ, ക്ലോറോ, കളർ. നെപ്റ്റ്യൂണിയം, നെപ്റ്റ്യൂൺ, പ്ലാനറ്റ്. യൂറോപ്പിയം, യൂറോപ്പ്, കോണ്ടിനെന്റ്. അപ്പൊ ഇതേപോലെ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു കളറിന്റെ ബേസിസിലാണോ, അല്ലെങ്കിൽ കോണ്ടിനെന്റിന്റെ ബേസിസിലാണോ, സാറ്റലൈറ്റിന്റെ ബേസിസിലാണോ, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ പ്ലേസ് ആണോ, കൺട്രി ആണോ, അപ്പൊ ഏതാണെന്ന് നോക്കിയിട്ട് ഇവിടെ എഴുതണം. അടുത്തത് നമുക്ക് സിംബൽസ് എന്താണെന്ന് നോക്കാം. സിംബൽസ് ആർ യൂസ്ഡ് ഫോർ റെപ്രസെന്റിങ് എലമെന്റ്സ്. എലമെന്റ്സിനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ കാർബൺ, CARBON അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിൾ എഴുതിയാൽ മതി. അപ്പൊ സിമ്പിൾ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, സൾഫർ, ഇവയുടെയൊക്കെ ഫസ്റ്റ് ലെറ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി ഇംഗ്ലീഷ് നെയിം ഇസ് യൂസ്ഡ് ആസ് എ സിമ്പിൾ ഫോർ ദി എലമെന്റ്സ് ഇൻ ദ ടേബിൾ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. പക്ഷെ ചില എലമെന്റ്സിന്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ്, ഓക്കെ, ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്ററും സെക്കൻഡ് സ്മോൾ ലെറ്ററും, ചിലതിന്റെ ഫസ്റ്റും തേർഡും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. കാൽസ്യം, Ca, ക്ലോറിൻ, Cl, ക്രോമിയം, Cr, ബ്രോമിൻ, Br, ബെറിലിയം, Be. അടുത്ത നമുക്ക് നോക്കാം എങ്ങനെയാണ്. Symbols of some elements have been derived from their Latin names. ലാറ്റിൻ നെയിംസിലാണ് ഈ ഒരു നെയിം ചെയ്തിട്ടുള്ളത്. സോഡിയത്തിന്റെ ലാറ്റിൻ നെയിം എന്ന് പറഞ്ഞാൽ നാട്രിയം ആണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലെറ്റർ 2 ലെറ്റേഴ്സ് Na. പൊട്ടാസ്യം, കാലിയം എന്നാണ് ലാറ്റിൻ നെയിം, K ആണ്. അതുപോലെ തന്നെ കോപ്പറിന്റെ ലാറ്റിൻ നെയിം കുപ്രം, Cu. അയേണിന്റെ ഫെറം, Fe. അപ്പൊ ഇങ്ങനെയാണ് എലമെന്റ്സിന്റെ നെയിംസ് കൊടുത്തിട്ടുള്ളത്, സിംബൽസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊരു പീരിയോഡിക് ടേബിൾ ആണ്. പീരിയോഡിക് ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിലെ ഏതൊക്കെ എലമെന്റ്സ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നത് എന്ന് നോക്കുക. അതുപോലെ തന്നെ ദ എലമെന്റ്സ് വിച്ച് യു ഹാവ് ആക്ച്വലി സീൻ, നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ഏതൊക്കെ എലമെന്റ്സ് ആണ്. അതുപോലെ തന്നെ എലമെന്റ്സ് വിച്ച് ആർ മോർ യൂസ്ഫുൾ ഇൻ അവർ ഡെയിലി ലൈഫ്, നമ്മുടെ ഡെയിലി ലൈഫിൽ ഏതൊക്കെ എലമെന്റ്സ് ആണ് യൂസ്ഫുൾ ആവുന്നത്. അതുപോലെ തന്നെ
List separately some elements which exist in solid, liquid and gaseous state. സോളിഡിലും ലിക്വിഡിലും ഗേഷ്യസ് സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്ന എത്ര എലമെന്റ്സ് നിങ്ങൾക്കറിയാം? ഇതൊക്കെ നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ. അടുത്ത നോക്കാം ആറ്റം ആൻഡ് മോളിക്യൂൾ. അപ്പോൾ നമുക്കറിയാം, let us see which is the smallest particle of an element. അതായത് ഒരു എലമെന്റിനെ നമ്മൾ പറഞ്ഞു അല്ലേ, സെപ്പറേറ്റ് ചെയ്യാൻ കെമിക്കൽ പ്രോസസ്സിലൂടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം എലമെന്റിന്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്താണെന്ന്. എലമെന്റ്, കാർബണിന്റെ എലമെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ടാണ് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റില്ല. അതായത് കെമിക്കൽ കോമ്പിനേഷനിലൂടെ അതിനെ ചെറുതാക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസ് ഓഫ് കാർബൺ അല്ലെ, ചെറിയ പീസ് വീണ്ടും ചെറിയ സ്മോളർ ആൻഡ് സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറിയാലും അതിന്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് മാറാൻ പോകുന്നില്ല അല്ലെ. അപ്പൊ ഈ ഒരു ഏറ്റവും ചെറിയ, ഇപ്പൊ നമ്മളൊരു കടലാസ്, ഒരു പേപ്പർ ചെറുതാക്കി ഇങ്ങനെ കഷ്ണാക്കി ഏറ്റവും ചെറിയ പീസ് ആക്കിയാലും ആ ഒരു പേപ്പറിന്റെ ഒരു പ്രോപ്പർട്ടി അതിന് കാണിക്കില്ലേ? അതേപോലെ തന്നെ കാർബണിനെ സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ പീസ് ആക്കിയാലും അതിന്റെ ആ ഒരു കാർബണിന്റെ പ്രോപ്പർട്ടി അത് നിലനിർത്തും. അപ്പൊ അങ്ങനെയുള്ള പാർട്ടിക്കിളിനെ, the atom is the smallest particle which show all the characteristic properties of an element. ഒരു എലമെന്റിനെ മുറിച്ച് സ്പ്ലിറ്റ് ചെയ്ത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, അതിന്റെ ഈ എലമെന്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവുന്നതിനെ ആ ഒരു പാർട്ടിക്കിളിനെ പറയുന്ന പേരാണ് ആറ്റം. അപ്പൊ നമുക്ക് നോക്കാം, ആറ്റംസ് ഓഫ് സം ഗേഷ്യസ് എലമെന്റ്സ് ലൈക്ക് ഹീലിയം, നിയോൺ എക്സെട്ര can exist as free single atoms. അതായത് ഈ ഒരു ആറ്റംസ്, ചില എലമെന്റ്സ് ഉണ്ട്, ഹീലിയം, നിയോൺ ഒക്കെ ഒറ്റയ്ക്ക് നിൽക്കും, ഫ്രീ സിംഗിൾ ആറ്റംസ്. അതായത് HE, NE എന്നൊക്കെയാണ് നമ്മൾ അതിന് സിമ്പിൾ ആയിട്ട് എഴുതുക. പക്ഷെ ചില ആറ്റംസ് ഉണ്ട്, atoms of some elements are seen to exist as a combination of more than two atoms. Combination of two or more atoms. അതായത് രണ്ട് ആറ്റംസിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് നിൽക്കുക. അതായത് H2, O2, N2 അങ്ങനെയാണ് നിൽക്കാൻ പറ്റുള്ളൂ. Molecules of compounds consist of atoms of two or more different elements. Okay. അപ്പോൾ നമുക്ക് നോക്കാം, atoms of some elements seen to exist as combination of more than two atoms. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ആറ്റംസ് ആയിട്ട് വരുന്നുണ്ട്. അതിനെ the smallest particle which can exist independently are called molecules. ആ ഒരു പാർട്ടിക്കിളിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ which can exist independently, സ്വന്തമായിട്ട് നിലനിൽക്കാൻ കഴിയുന്ന ഒരു സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് മോളിക്യൂൾ. രണ്ട് ആറ്റംസ് ഉണ്ടാവും കേട്ടോ, കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ ടു ആറ്റംസ്, രണ്ടോ രണ്ടിൽ കൂടുതലോ ആറ്റംസ് ആണ് അതിലുണ്ടാവുക. അപ്പോൾ like elements, compounds have also molecules. Molecules of compounds consist of atoms of two or more different elements. അപ്പൊ അതുപോലെ തന്നെ എലമെന്റ്സിന് കോമ്പൗണ്ട്സിന് എലമെന്റ്സ് ഉള്ള പോലെ മോളിക്യൂൾസിന് ആറ്റംസ് ഉണ്ട്. ആറ്റംസ് എന്തായിരിക്കും? ചിലപ്പോൾ ഒരേ കാറ്റഗറിയിൽ പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് കാറ്റഗറിയിലായിരിക്കും. മോളിക്യൂൾസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി. ഇൻഡിപെൻഡന്റ് ആയിട്ട് അവയ്ക്ക് സ്വയം നിലനിൽക്കാൻ കഴിയുന്ന പാർട്ടിക്കിൾ, സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം HE, symbol of H, method of representing atom and molecule. ആറ്റംസും മോളിക്യൂൾസും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. The symbol of H, ഹീലിയം എന്ന് പറഞ്ഞാൽ HE ആണ് അല്ലെ. HE എന്ന് പറഞ്ഞാൽ one atom of element helium. ഹീലിയത്തിന്റെ ഒരു ആറ്റം ആണ് അതിന്റെ അർത്ഥം, ഹീലിയത്തിന്റെ ഒരു ആറ്റം. പക്ഷെ രണ്ട് HE, 2HE എന്ന് പറഞ്ഞാൽ ഹീലിയത്തിന്റെ രണ്ട് ആറ്റം. ഓക്കെ, രണ്ട് ആറ്റം. Elements like helium, neon, argon are seen in nature as single atoms. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിംഗിൾ ആയിട്ട് അവർക്ക് നിലനിൽക്കാൻ പറ്റും. അപ്പൊ അതിനെ പറയുന്ന പേരാണ് മോണോ അറ്റോമിക്. ഒരു മോളിക്യൂൾ, അതായത് ഒരു ആറ്റം, മോളിക്യൂൾസ് വിത്ത് ഓൺലി വൺ ആറ്റം ആർ കോൾഡ് മോണോ അറ്റോമിക്. ഓക്കെ, മോണോ അറ്റോമിക് ആയിട്ട് നിലനിൽക്കാൻ കഴിയും. ദോസ് വിത്ത് ടു ആറ്റംസ്, രണ്ട് ആറ്റംസ്, ഇപ്പൊ H2, N2, ഞാൻ പറഞ്ഞില്ലേ രണ്ട് ആറ്റംസ് ഉള്ളതിനെയാണ് എന്ത് പറയുന്നത്?
രണ്ട് ആറ്റംസ് ഉള്ളതിനെ പറയുന്നതാണ് ഡൈ അറ്റോമിക്. ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട്, ഡൈ അറ്റോമിക്. മോളിക്യൂൾസ് വിത്ത് മോർ ദാൻ 2 ആറ്റംസ് ആർ കോൾഡ് പോളി അറ്റോമിക്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? ഇതേതാ? H2 എന്ന് പറഞ്ഞാൽ ഡൈ അറ്റോമിക്, Cl2 ഡൈ അറ്റോമിക്, P4 എന്ന് പറഞ്ഞാൽ പോളി അറ്റോമിക് അല്ലെ. അതുപോലെ തന്നെ O2 ഡൈ അറ്റോമിക്, S8 പോളി അറ്റോമിക്, ഇത് He മോണോ അറ്റോമിക്, AR മോണോ അറ്റോമിക്. ഓക്കെ, അപ്പൊ ഇതിന് മോണോ അറ്റോമിക്, ഡയറ്റോമിക്, പോളി അറ്റോമിക് എന്നുള്ളത് തരംതിരിക്കണം. ഇനി നമുക്ക് നോക്കാം കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സ്, മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ്. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡിൽ എന്തൊക്കെ ആറ്റംസ് ആണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്? കാർബണും ഓക്സിജനും. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഹൈഡ്രജൻ, ക്ലോറിൻ. വാട്ടറിൽ H2O ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഷുഗറിൽ C6H12O6 അല്ലെ. അപ്പൊ C കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. മെർക്കൂറിക് ഓക്സൈഡിൽ മെർക്കുറി, ഓക്സിജൻ. അപ്പൊ ഇനി ഏതൊക്കെയാണ് കെമിക്കൽ ഫോർമുല എന്താണെന്ന് നോക്കാം. ഓക്കെ, ദ ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ, അതായത് നമ്മൾ സിമ്പിൾസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനെ, മോളിക്യൂൾസിനെ സിമ്പിൾസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കെമിക്കൽ ഫോർമുല എന്ന് പറയുക. ഓക്കെ, കെമിക്കൽ ഫോർമുല അതുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല CO2, വാട്ടറിന്റെയോ H2O. അപ്പൊ അതിൽ എത്ര ആറ്റംസ് പ്രസന്റ് ചെയ്യുന്നുണ്ട്, എത്ര കെമിക്കൽ ഫോർമുല എന്താണെന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി പഠിക്കണം. ഇനി chemical formula of H2SO4, how many hydrogen atoms are present in one molecule of H2SO4? അല്ലെ, രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ സൾഫർ, അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് 1 അല്ലെ. ഓക്സിജൻ 4. ഇനി അതിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ഓരോന്ന് എത്ര ആറ്റംസ്, 2 + 1 3, 3 + 4 7. ഓക്കെ, ഇതേപോലെ ഇതിലത്തെയൊക്കെ കണ്ടുപിടിക്കാം. അടുത്ത കെമിക്കൽ ഇക്വേഷൻസ് എന്താണെന്ന് നോക്കാം. കെമിക്കൽ ഇക്വേഷൻ, അതിന് മുന്നേ റിയാക്റ്റൻസും പ്രൊഡക്ട്സും എന്താണെന്ന് നോക്കാം. ദ സബ്സ്റ്റൻസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആർ കോൾഡ് ദ റിയാക്റ്റൻസ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസസിനെ പറയുന്ന പേരാണ് റിയാക്റ്റൻസ്. അതുപോലെ തന്നെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റിയാക്ഷൻ. റിയാക്ഷനിലൂടെ നടക്കുന്ന അതിന്റെ റിസൾട്ട് കിട്ടുമല്ലോ. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും, അതൊരു റിയാക്റ്റന്റ് ആണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലോ കാർബൺ ഡൈ ഓക്സൈഡ്. ആ സബ്സ്റ്റൻസ് ഫോം ചെയ്തതിനെയാണ് എന്ത് പറയുന്നത്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കെമിക്കൽ ഇക്വേഷൻ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെൻ എ കെമിക്കൽ ഇക്വേഷൻ ഈസ് റിട്ടൺ, കെമിക്കൽ ഇക്വേഷൻസ് എഴുതുന്ന സമയത്ത് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ സെയിം കൈൻഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് ദാറ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് ഷുഡ് ബി ഈക്വൽ. അതായത് C+O2 gives CO2. നമ്മൾ പറഞ്ഞു അല്ലെ, റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കാർബണും ഓക്സിജനും, അത് റിയാക്റ്റൻസ് ആണ്. ആ സൈഡിലുള്ള ആറ്റംസിന്റെയും അതുപോലെ തന്നെ റിയാക്റ്റൻസിന്റെ സൈഡിലുള്ള ആറ്റംസും സെയിം ആയിരിക്കണം. അങ്ങനെ ഒരു കെമിക്കൽ ഇക്വേഷനെ പറയുന്നതാണ് ദിസ് ടൈപ്പ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് ആർ നോൺ ആസ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഈ ടൈപ്പിലുള്ള കെമിക്കൽ ഇക്വേഷനെ പറയുന്ന പേരാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. കണ്ടോ, C+O2 gives CO2, H2 + Cl2 2HCl. ഇപ്പൊ നോക്കൂ, ഇതിന്റെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 1 1 അല്ലെ. അപ്പൊ ഇവിടെ 2 കിട്ടി. ഇവിടെയോ 2 + 1 3. ഇവിടെയോ 2 ആണ് അല്ലെ. അപ്പോൾ ബാലൻസ് ചെയ്യാത്തത് ഏതാണ്, ബാലൻസ് ചെയ്തിട്ടുള്ളത് ഏതാണ്, അതൊക്കെ നോക്കണം. ഓക്കെ, ഇനി അടുത്തത് ദ ഇക്വേഷൻസ്. ഇതിൽ പറയുന്നത് C+O2, C കാർബൺ എന്ന് പറഞ്ഞാൽ 1 ആണുള്ളത്, ഓക്സിജനോ 2. അപ്പൊ ഈ ഒരു ഇത് ബാലൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അടുത്തതോ H2 + Cl2. ഇവിടെ രണ്ടും എത്രയാണ്? 2 + 2 4 അല്ലെ. ഇവിടെയും 2, ഇവിടെയും 2. ഓക്കെ, അപ്പൊ ഇവിടെയോ 2 + 1 3. അപ്പോൾ 2 + 1 3. അപ്പോൾ ഇവിടെയും ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഇതൊക്കെ ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ എക്സസൈസും ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ ലിങ്ക് ലാസ്റ്റിൽ കൊടുക്കാം.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ അടുത്ത ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്